ഹലോ വെൽക്കം ടു മിറ്റ്സ് മാം 9th സ്റ്റാൻഡേർഡിൻ്റെ ഇംഗ്ലീഷിലെ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. അതിൻ്റെ തന്നെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യാനായിട്ട് ചാനലിൽ കയറുക കേട്ടോ. അത് മാത്രമല്ല, നമുക്കിപ്പോൾ ഓണം എക്സാമാണ് വരുന്നത്. നമ്മളെല്ലാ എക്സാം ആയി കഴിഞ്ഞാൽ ഓരോ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അപ്ലോഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ ആൻസേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് കേട്ടോ. സോ അതൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ വരികയാണെങ്കിൽ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ കമൻ്റ് ആയിട്ട് ചോദിക്കാം കേട്ടോ. കുറേ കമൻറ്റ്സ് വരുന്ന കാരണം എല്ലാ കമൻറ്റ്സിനും നമുക്ക് റിപ്ലൈ കൊടുക്കാൻ പറ്റിയിട്ടില്ല. എന്നാലും മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. യൂണിറ്റിൻ്റെ പേര് ബോൺസ് ഓഫ് ലവ്. അപ്പോൾ സ്നേഹത്തിനെ കുറിച്ചിട്ട്, പല ടൈപ്പ് ഓഫ് സ്നേഹത്തിനെ കുറിച്ചിട്ടാണ് ഈ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. Read the haiku given below and discuss its significance. Lighting one candle with another candle spring evening. Translated by Robert Hass. ഹൈക്യു എന്ന് പറഞ്ഞാൽ an unrhymed words form in their lines in 3 lines. It is Japanese origin. അപ്പോൾ ഹൈക്യു എന്ന് പറയുന്നത് ഒരു ജപ്പാനീസ് ഒറിജിനൽ ആയിട്ടുള്ള ഒരു വേർഡാണ്. അത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അൺറൈംഡ് വേർഡ്സ് ഓഫ് 3 ലൈൻസിൽ അൺറൈമിങ് എന്ന് പറഞ്ഞാൽ റൈമിങ് വേർഡ്സ് ഒന്നും വരുന്നില്ല, എന്നാലും 3 ലൈൻസിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു ടൈപ്പ് ഓഫ് പോയം അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ചെറു മെസ്സേജ്, അതിനൊക്കെയാണ് നമ്മൾ ഹൈക്യു എന്ന് പറയാറ്. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നുണ്ട്, നമ്മൾ ഒരു മെഴുകുതിരി കത്തിച്ചാൽ മറ്റൊരു മെഴുകുതിരിയിൽ നിന്ന് ഒരു മെഴുകുതിരി കത്തിച്ചാൽ അവിടെ ഈവനിങ് ആവുന്നു. അപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്താ? നമ്മൾ ഒരു സ്നേഹം ഒരാളിൽ നിന്ന് മറ്റൊരാൾക്ക് പകർന്നു നൽകുമ്പോൾ അവിടെ എന്താണ്? വെളിച്ചമാണ് വരുന്നത്. അതാണ് ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു മെസ്സേജ് കേട്ടോ. ഈ ചാപ്റ്ററിൻ്റെ പേര് മെറ്റേണിറ്റി, മാതൃത്വം. അപ്പോൾ ഒരു അമ്മയെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഒരു അമ്മയുടെ സ്നേഹത്തിൻ്റെ, അമ്മയുടെ കരുതൽ, അമ്മയുടെ സാന്നിധ്യം, ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ. നോക്കാം. റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. Helping each other and empathizing with the suffering of our fellow beings will help us create a world of peace and love. But do we always nurture such values in our life? അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? ഓരോ ആൾക്കാരെ നമ്മൾ സഹായിക്കുമ്പോൾ, അതുമാത്രമല്ല എമ്പത്തൈസിങ്, സഹാനുഭൂതി, ഒരാൾക്ക് നേരെ നമ്മൾ സഹാനുഭൂതി, ഒരാളുടെ പ്രശ്നം നമ്മുടെ പ്രശ്നങ്ങളായിട്ട് നമ്മൾ കരുതുകയാണ്. വിത്ത് ദ സഫറിങ് ഓഫ് ഫെല്ലോ ബീങ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരുടെ ദുരിതങ്ങളിലെ നമ്മൾ അവർക്ക് നേരെ ഒരു സഹാനുഭൂതി, ഒരു സഹായിക്കുന്ന കരങ്ങൾ, ഇതൊക്കെ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ക്രിയേറ്റ് എ വേൾഡ് ഓഫ് പീസ് ആൻഡ് ലൈഫ്. സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു വേൾഡ് തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉണ്ടാക്കുകയാണ്. ബട്ട് ഡു വി ഓൾവേസ് നർച്ചർ എന്ന് പറഞ്ഞാൽ വളർത്തുക. നമ്മൾ അത് എപ്പോഴും അങ്ങനെ ഒരു ക്വാളിറ്റി നമ്മൾ വളർത്താറുണ്ടോ? എല്ലാവരെയും, നമുക്ക് പറ്റാവുന്ന ആൾക്കാരെ പോലും നമ്മൾ ഹെൽപ്പ് ചെയ്യാതെ പോകുന്നുണ്ട് ഇന്നത്തെ ഒരു ലോകത്ത്. അപ്പോൾ ഇനി നോക്കാം. ഇവിടെ അങ്ങനെ സഹായിക്കാതെ, ചുറ്റുമുള്ള ഒരാൾക്കാരും സഹായിക്കാതെ ജീവിക്കുന്ന ഒരു ബാലനെ കുറിച്ചിട്ടാണ് പറയുന്നത്, ഒരു കുട്ടിയെ കുറിച്ചിട്ട്. നോക്കാം. ഇറ്റ് വാസ് മോർ ദാൻ എ മന്ത് സിൻസ് ദേ വർ അറ്റ് മാർസലീസ്, ദ ക്യാമ്പ് ഓഫ് അർമേനിയൻ റെഫ്യൂജീസ് ഓൺ ദ ഔട്ട്സ്കേർട്ട് ഓഫ് ദ ടൗൺ ഓൾറെഡി ലുക്ക്ഡ് ലൈക്ക് എ സ്മോൾ വില്ലേജ്. അപ്പോൾ ഏകദേശം 1 മാസത്തേക്കാൾ കൂടുതലായി എവിടെ അവരൊക്കെ മാർസലീസിലുള്ളത്. അതാരാണ്? ദ ക്യാമ്പ് ഓഫ് അർമേനിയൻ റെഫ്യൂജീസ് ഓൺ ദ ഔട്ട്സ്കേർട്ട് ഓഫ് ദ ടൗൺ. ആ ടൗണിൽ നിന്ന് വിട്ടിട്ട്, റെഫ്യൂജീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭയാർത്ഥികൾ, സ്വന്തം ദേശം വിട്ട്, എന്തെങ്കിലും കാരണത്താൽ സ്വന്തം ദേശം വിട്ട് വേറൊരു ദേശത്ത് താമസിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ റെഫ്യൂജീസ് എന്ന് പറയുന്നത്. അപ്പോൾ അർമീനിയൻ റെഫ്യൂജീസ് ആണ് നിൽക്കുന്നത്. അപ്പോൾ ഒത്തിരി പേരുണ്ട് അവർ. ആ ഒത്തിരി പേരുള്ളതുകൊണ്ട് തന്നെ അവർ നിൽക്കുന്ന സ്ഥലം ഒരു ചെറിയ വില്ലേജ് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയ്ക്ക് ആൾക്കാരുണ്ട് എന്നാണ് പറയുന്നത്. They had settled down in any way they could. The richest under tents, the other in the ruined shed, but the majority of the refugees, having found nothing better, were sheltered under carpet held up at the 4 corners by stick. അപ്പോൾ ഓരോ ആൾക്കാരും അവരെ കൊണ്ട് പറ്റാവുന്ന പാകത്തിലാണ് നിൽക്കുന്നത്. ഏറ്റവും ക്യാഷുള്ള ആൾക്കാർ, റിച്ചസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ വലിയ വലിയ ടെൻസിന് കീഴെ വന്ന് താമസിക്കുന്നുണ്ട്. എല്ലാവരും അഭയാർത്ഥികളാണ്, പക്ഷേ അവർ ജീവിക്കുന്ന ചുറ്റുപാട്, അല്ലെങ്കിൽ അവരുടെ ആ ടെൻറ്റിന് വരെ വ്യത്യാസങ്ങളുണ്ട്. ഒരുപാട് ക്യാഷുള്ള ആൾക്കാർ നല്ല ടെൻസിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ അധികം ക്യാഷ് ഇല്ലാത്ത ആൾക്കാർ എന്താ, റൂയിൻഡ് ഷെഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ, നശിച്ച, കീറിപ്പൊളിഞ്ഞ ഓരോ ഷെഡിൻ്റെ ഉള്ളിൽ. ബട്ട് ദ മെജോറിറ്റി ഓഫ് ദ റെഫ്യൂജീസ്, ഇനി വേറൊരു വിഭാഗമുണ്ട്. അവരെങ്ങനെയാണ്? അവർക്ക് ഇത്ര ബെറ്റർ ആയിട്ടുള്ള ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ സാധാരണ കാർപ്പറ്റ്സ് അവരെന്ത് ചെയ്തു? 4 ഭാഗങ്ങളിലോട്ട് 4 സ്റ്റിക്കുകൾ, 4 വടികളും കുത്തി വെച്ചിട്ട് അതിന് താഴെയാണ് അവർ ജീവിക്കുന്നത്. They bought themselves lucky if they could find a sheet to hang up at the sides and wall them for peering eyes. Peering eyes എന്ന് പറഞ്ഞാൽ ഉറ്റുനോക്കുന്ന.
അപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ എത്രയോ ഭാഗ്യശാലിയാണെന്ന് കരുതിയിരുന്നു. എന്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഷീറ്റ് ഹാങ് അപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ മറ്റുള്ള ആൾക്കാരിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള ആ ഒരു സറൗണ്ടിങ്ങിൽ നിന്ന് ഒന്ന് മറയ്ക്കാനായിട്ട് ഒരു ഷീറ്റ്, അതുപോലെ ഒരു ചുമരും കൂടി ഉണ്ടെങ്കിൽ ഈ ഉറ്റുനോക്കുന്ന കണ്ണുകളിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാമായിരുന്നു. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് എന്താ, ഒരു താമസ സ്ഥലം, ഒരു വാസസ്ഥലം, ഒരു വീട്, ഇതൊക്കെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ച് ഷീറ്റ്സും ഒരു വോളും ഒരു ചുമരും ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ എന്തിനാണ് ഈ ഒരു ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒന്ന് മറയായിട്ട് സ്വീകരിക്കാൻ. ദെൻ ദേ ഫെൽറ്റ് ഓൾമോസ്റ്റ് അറ്റ് ഹോം. അപ്പം തന്നെ അവർക്ക് എന്ത് തോന്നി, ഇതൊരു വീടായെന്ന് തോന്നിയിരുന്നു. നമുക്കൊക്കെ എന്താ വേണ്ടത്, നമുക്കിപ്പോൾ ഒരുപാട് ചുമരുകളും ഉണ്ട് നമ്മുടെ വീട്ടിൽ, കിടക്കാനും ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവരുദ്ദേശിച്ചത് എന്താ, കുറച്ച് ഒരു ഷീറ്റും ഒരു 4 ചുമരുകളും ഉണ്ടായിരുന്നെങ്കിൽ അവർ ലക്കിയാണെന്ന് വിചാരിച്ചിരുന്നു. The men found work no matter what, so that in case they were racked with hunger and their children had something to eat. Racked എന്ന് പറഞ്ഞാൽ കൊള്ളയടിക്കുക. അവിടുത്തെ പുരുഷന്മാർ എന്തെങ്കിലും ജോലികൾ അവർ കണ്ടുപിടിക്കും. എന്താണ് കൊള്ളയടിക്കുക, എത്ര വിശപ്പ് വന്നാലും കൊള്ളയടിക്കുക എന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ എന്താ പറയുക, റോബറി, അത് പിടിച്ചുപറി, ഇതൊന്നും അവർ ചെയ്യാറില്ല. അവരെന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കുമായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്, ആൻഡ് ദെയർ ചിൽഡ്രൻ ഹാഡ് സംതിങ് ടു ഈറ്റ്. അവരുടെ മക്കൾക്ക് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കഴിക്കാനുണ്ടായിരുന്നു. അപ്പോൾ എന്ത് വന്നാലും ജോലി ചെയ്യാൻ തയ്യാറായ ആൾക്കാരാണ്. ഓഫ് ഓൾ ഓഫ് ദം മിക്കാലി അലോൺ കുഡ് ഡു നത്തിങ്. ഹി എയ്റ്റ് ദ സ്റ്റെയിൽ ബ്രെഡ് വിച്ച് ഹിസ് നൈബേഴ്സ് കെയർഡ് ടു ഓഫർ. സ്റ്റെയിൽ എന്ന് പറഞ്ഞാൽ പഴകിയ, പക്ഷേ ആ കൂട്ടത്തിൽ മിക്കാലിക്ക് മാത്രം ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അവൻ കഴിച്ചിരുന്നത് അവൻ്റെ നൈബേഴ്സ്, അയൽവാസികൾ കൊടുത്തിട്ടുള്ള ഓരോ പഴകിയ ബ്രെഡ് കഴിക്കാറാണ് അവൻ ചെയ്യുക. നൈബേഴ്സ് കെയർഡ് ടു ഓഫർ ആൻഡ് ഇറ്റ് വെയ്ഡ് ഓൺ ഹിം, ഫോർ ഹിം വാസ് എ ബിഗ് ലാഡ് ഓഫ് 14, ഹെൽത്തി ആൻഡ് റോബസ്റ്റ്. അപ്പോൾ അവൻ എന്താണ് അവനിൽ കാണുന്നത്, അവ ഒരു ബിഗ് ലാഡ് എന്ന് പറഞ്ഞ ഒരു വലിയ ബാലൻ, വലിയ കുട്ടിയാണ്, 14 വയസ്സായിട്ടുണ്ട്, ഹെൽത്തിയാണ്, ആൻഡ് റോബസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരോഗ്യമുള്ള. അപ്പോൾ ഹെൽത്തി റോബസ്റ്റ് ഒരേ മീനിങ് ആണ്, ആരോഗ്യമുള്ള ഒരു ഒത്ത മനുഷ്യനാണ് താനെന്നാണ് അവൻ വിചാരിക്കുന്നത്. ബട്ട് ഹൗ കുഡ് ഹി തിങ്ക് ഓഫ് ലുക്കിംഗ് ഫോർ വർക്ക് വെൻ ഹി ലിറ്ററലി ബോർ ഓൺ ഹിസ് ബാക്ക് ദ ബർഡൻ ഓഫ് എ ന്യൂ ബോൺ ബേബി. പക്ഷേ എങ്ങനെയാണ് താനൊരു ജോലി നോക്കുക, കാരണം തൻ്റെ പിന്നിലെ ബോർ എന്ന് പറഞ്ഞാൽ മുഷിപ്പ്, ഒരു മുഷിപ്പിൻ്റെ ഭാരം ഇപ്പോഴും ഉണ്ട്. അതെന്തായിട്ടാണ്, ഒരു ന്യൂ ബോൺ ബേബി ആയിട്ട്, ഇപ്പം തന്നെ ജനിച്ച ഒരു കുട്ടിയുടെ ഭാരം തൻ്റെ പിന്നിലുണ്ട്, കെട്ടിവെച്ചിട്ടുണ്ട്. പിന്നെ എങ്ങനെയാണ് അവൻ ജോലിക്ക് പോവുക. സിൻസ് ഹിസ് ബർത്ത് വിച്ച് ഹാഡ് കോസ്റ്റ് ഹിസ് മദേഴ്സ് ഡെത്ത് ഹി ഹാഡ് വെയിൽഡ് പ്രൊക്ലൈമിങ് ഹിസ് ഫാമിഷ്ഡ് സ്റ്റേറ്റ് ഫ്രം മോൺ ടിൽ നൈറ്റ്. അപ്പോൾ സിൻസ് ഹിസ് ബർത്ത്, ആ കുട്ടി ജനിച്ചപ്പോൾ തന്നെ, വിച്ച് ഹാഡ് കോസ്റ്റ് ഹിസ് മദേഴ്സ് ഡെത്ത്, ആ കുട്ടിയുടെ അമ്മ മരിച്ചു. അപ്പോൾ ഇവരുടെ അമ്മ മരിച്ചു. ഹി ഹാഡ് വെയിൽഡ് പ്രൊക്ലൈമിങ്. വെയിൽഡ് എന്ന് പറഞ്ഞാൽ നിലവിളിക്കുക, കരയാണ് ഓളിട്ടിട്ട്. പ്രൊക്ലൈമിങ് എന്ന് പറഞ്ഞാൽ വിളംബരം ചെയ്യൽ, കരഞ്ഞുകൊണ്ട് എന്താണ് അവൻ അറിയിക്കുന്നത്, ഫാമിഷ്ഡ് സ്റ്റേറ്റ് ഫ്രം മോൺ ടു നൈറ്റ്, രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള പട്ടിണി കിടക്കുന്ന അവസ്ഥയെയാണ് കുഞ്ഞുകുട്ടി അവൻ്റെ പിന്നിൽ കെട്ടിവെച്ചിട്ടുണ്ടല്ലോ, ആ കുട്ടി കിടന്നിട്ട് വിളംബരം ചെയ്യുന്നത്, കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്, സ്വന്തം പട്ടിണിയാണ് പറയുന്നത്. കാരണം എന്താ, അമ്മയുടെ ആ ഒരു അമ്മിഞ്ഞ പാലിൻ്റെ മാധുര്യം അവന് കിട്ടിയിട്ടില്ല. എന്തുകൊണ്ടാണ് റീസൺ വരുന്നത്, അപ്പം തന്നെ അമ്മ മരിച്ചു പോവാണ്. അപ്പോൾ ഇവരുടെ അമ്മ മരിച്ചുപോയി. Who would have accepted Mikali's service when his own compatriot had chased him from their quarters because they were unable to bear the uninterrupted howls which kept them awake at night? Who would have accepted Mikali's service? അപ്പോൾ ആരാണ് മിക്കാലിയുടെ സർവീസ് എന്ന് പറഞ്ഞപ്പോൾ എന്തെങ്കിലും അവൻ ജോലി ചെയ്യാൻ തയ്യാറായാൽ തന്നെ ഒരു കുഞ്ഞു ബാക്കിലുണ്ട്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ അവനുണ്ട്, ആ കുട്ടിയുടെ നിലവിളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് അവൻ തരുന്ന, അല്ലെങ്കിൽ അവൻ ഒരു പണി ജോലി ചെയ്യാം എന്ന് പറഞ്ഞാലും ആരും ആ സർവീസസ് ഒന്നും എടുക്കില്ല. പിന്നെ അവൻ പറയുന്നത് എന്താ, വെൻ ഹിസ് ഓൺ കമ്പാട്രിയേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെയുള്ള സ്വന്തം ദേശക്കാർ തന്നെ അവനെ ആട്ടിപ്പായിപ്പിക്കുകയാണ്. ചേസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, ആട്ടിപ്പായിപ്പിക്കുകയാണ് അവൻ്റെ ക്വാർട്ടേഴ്സിൽ നിന്ന്. ടു ബിയർ ദ അൺഇൻറ്ററപ്റ്റഡ് ഹൗൾസ് എന്ന് പറഞ്ഞാൽ ബിയർ സഹിക്കുക, അൺഇൻറ്ററപ്റ്റഡ് നിരന്തരമായ, ഹൗൾസ് നിലവിളി. അപ്പോൾ എന്നുമുള്ള, നിരന്തരമായ എന്ന് പറഞ്ഞാൽ എന്നുമുള്ള ഈ ഒരു കരച്ചിൽ, നിലവിളി അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. വിച്ച് കെപ്റ്റ് ദം അവേക്ക് അറ്റ് നൈറ്റ്, കാരണം രാത്രികളിൽ പോലും ദേശക്കാർക്ക് അതുകൊണ്ട് ഉണങ്ങാൻ, അല്ലെങ്കിൽ അവിടെ ഉണർന്നിരിക്കുകയാണ് അവർ, ഉറങ്ങാൻ പറ്റുന്നില്ല അവർക്ക്. അതുകൊണ്ട് സ്വന്തം ദേശക്കാർ തന്നെ അവനെ ആട്ടിപ്പായിക്കുക. പിന്നെ എങ്ങനെയാണ് ബാക്കി ആൾക്കാരൊക്കെ അവന് ജോലി കൊടുക്കുക, അല്ലെങ്കിൽ അവൻ്റെ സർവീസ് വേണം എന്ന് പറയുക. മിക്കാലി ഹിംസെൽഫ് വാസ് ഡേസ്ഡ് ബൈ ദീസ് ക്രൈസ്. His head was empty and he wandered about like a lost soul. അപ്പോൾ മിക്കാലി ഹിംസെൽഫ് വാസ് ഡേസ്ഡ് എന്ന് പറഞ്ഞാൽ പരിഭ്രമിക്കുകയാണ്. കാരണം ഈ കുട്ടിയുടെ കരച്ചിൽ ഫുൾ ടൈം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അവന് തന്നെ ആകെ ഭ്രാന്ത് വന്നു തുടങ്ങി, ടെൻഷനുണ്ട്.
ഹിസ് ഹെഡ് വാസ് എംപ്റ്റി. അവൻ്റെ ആ ഒരു തലയിൽ ഒന്നുമില്ല, എല്ലാം ശൂന്യതയാണ്. ആൻഡ് ഹി വോണ്ടേഡ് അബൌട്ട് ലൈക്ക് എ ലോസ്റ്റ് സോൾ. എല്ലാം നഷ്ടപ്പെട്ട ഒരു ആത്മാവിനെ പോലെ അവൻ അലഞ്ഞ് നടക്കുകയാണ്. ഡൈയിങ് ഫ്രം ലാക്ക് ഓഫ് സ്ലീപ്പ് ആൻഡ് വിയർനെസ്. വിയർനെസ് എന്ന് പറഞ്ഞാൽ നല്ല മടുപ്പുമുണ്ട്, ഉറക്കവും കറക്റ്റ് ആവുന്നില്ല. അതുകൊണ്ട് ഓരോ നിമിഷവും ഫുഡും ഇല്ല, അവൻ മരിച്ചുകൊണ്ടിരിക്കുക. ആൾവേസ് ഡ്രാഗിങ് എന്ന് പറഞ്ഞാൽ വലിച്ചു കൊണ്ടുപോവുക. വിത്ത് ഹിം ദ ഡെഫനിങ് ബർഡൻ. അപ്പോൾ കാതടപ്പിക്കുന്ന, ഡെഫനിങ് എന്ന് പറഞ്ഞാൽ, ഡെഫ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബധിരൻ. അപ്പോൾ ഡെഫനിങ് എന്ന് പറയുമ്പോൾ കാതടപ്പിക്കുന്ന ഭാരം, എല്ലാവരുടെയും കാതടപ്പിക്കുന്ന അത്രയും നിലവിളിയായതുകൊണ്ട് അതൊരു വലിയ ഭാരമായിട്ട് അവന് ഫീൽ ചെയ്യുന്നത്. അത് അവൻ ഡ്രാഗ് ചെയ്ത് വലിച്ചു കൊണ്ടുപോവാണ്. ദാറ്റ് ഹാഡ് ബീൻ ബോൺ ഫോർ ഹിസ് മിസ് ഫോർച്യൂൺ. മിസ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ദുർഭാഗ്യത്തിന് വേണ്ടി ജനിച്ചതാണ് ഈ കുഞ്ഞെന്ന് അവൻ വിചാരിക്കുക. and that had so badly chosen the moment to appear on his earth. എൻ്റെ മാത്രമല്ല, അതിൻ്റെയും ഒരു ദുർഭാഗ്യം, മിസ് ഫോർച്യൂൺ. കാരണം എന്താ, അതിന് ഈ ലോകത്ത് ഇങ്ങനെ ജനിക്കേണ്ടി വന്നുല്ലോ. ഒരു തുള്ളി അമ്മിഞ്ഞ പാല് പോലും, മുലപ്പാൽ പോലും അമ്മയുടെ കിട്ടാതെ. എവറിബഡി ലിസൺ ടു ഇറ്റ് വിത്ത് ഇറിറ്റേഷൻ. ഇറിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, എല്ലാവരും ദേഷ്യം പിടിപ്പിക്കുന്ന, ശുണ്ടി പിടിപ്പിക്കുന്ന ആ ഒരു രീതിയിൽ എല്ലാവരും അത് കേട്ടിരുന്നു. ദേ ഹാഡ് സോ മെനി ട്രബിൾസ്. അവർക്ക് അവരുടേതായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഓഫ് ദയർ ഓൺ. ആൻഡ് ദേ ഓൾ പിറ്റിഫുള്ളി എന്ന് പറഞ്ഞാൽ കാരുണ്യത്തോടെ അല്ലെങ്കിൽ ദയയോടെ വിഷ്ഡ് ഇറ്റ് വുഡ് ഡൈ. അപ്പോൾ അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ കൂടി അവരെല്ലാവരും കാരുണ്യത്തോട് കൂടിയിട്ട് തന്നെ പറയണം, ഈ കുട്ടി എങ്ങനെയായിരുന്നു ഒന്ന് മരിച്ചു പൊക്കോട്ടെ, കാരണം അതിന് ഭക്ഷണവും കിട്ടുന്നില്ല, ഒന്നും കിട്ടുന്നില്ല. But that did not happen, for the newborn child sought desperately to live and cry louder his famished state. പക്ഷേ ഇതൊക്കെ ഒരു കുഞ്ഞേ കുട്ടിക്ക്, ഒരു ജനിച്ച ആ കുട്ടിക്ക് അനുഭവിക്കേണ്ടി വരുമ്പോൾ എന്തിനു വേണ്ടിയിട്ട് അനുഭവിക്കുന്ന ആ കുട്ടി ഇത്രയും ഉറക്കെ കരയുന്നത് ആ കുട്ടിയുടെ ആ പട്ടിണി കാരണമാണ്. The distracted woman stuffed their ears and Mikali wandered about like a drunken man. അവിടെയുള്ള എല്ലാ പെണ്ണുങ്ങളും പ്രാന്ത് പിടിച്ചിട്ട് അവരുടെ ചെവികളൊക്കെ ഇങ്ങനെ അടച്ചു പിടിച്ചു തുടങ്ങി കുട്ടിയുടെ കരച്ചിൽ കേട്ടിട്ട്. മിക്കാലി ആണെങ്കിൽ ഉറക്കൂല, ഭക്ഷണമില്ല, ഒന്നുമില്ല, ഒരു കുടിയൻ്റെ പോലെ ഇങ്ങനെ നടക്കുകയാണ്. ഹി ഹാഡ് ഇൻ എ പെനി ഇൻ ഹിസ് പോക്കറ്റ് ടു ബൈ ദ ഇൻഫൻറ്റ് മിൽക്ക് ആൻഡ് നോട്ട് വൺ വുമൻ ഇൻ ദ ക്യാമ്പ് വാസ് ഇൻ എ പൊസിഷൻ ടു ഗിവ് ഇറ്റ് ദ ബ്രസ്റ്റ് ഇനഫ് ടു ഡ്രൈവ് വൺ മാഡ്. അപ്പോൾ ഇൻഫൻറ്റ് എന്ന് പറഞ്ഞാൽ കുഞ്ഞിനുള്ള പാല് മേടിക്കാനുള്ള പൈസ ഒരു എമൗണ്ട് പോലും ഇല്ല. പെനി എന്ന് പറഞ്ഞാൽ അവിടുത്തെ കറൻസിയാണ് കേട്ടോ. ഇനി അവിടെയുള്ള ഒരു സ്ത്രീകൾ പോലും അവനൊരു പാല് കൊടുക്കാൻ പോലും തയ്യാറല്ല. ഇത്രയൊക്കെ മതിയില്ലേ അവനൊരു പ്രാന്ത് പിടിച്ച അവസ്ഥയിലെത്താനായിട്ട്. വൺ ഡേ അണേബിൾ ടു ബെയർ ഇറ്റ് ഫർദർ. ഇത് തീരെ സഹിക്കാൻ പറ്റാതായപ്പോൾ മിക്കാലി വെന്റ് ടു ദ അതർ സൈഡ് ഓഫ് ദ പ്ലേസ് വെർ ദ അനറ്റോളിയൻസ് വേർ. ദേ ആൽസോ ഹാഡ് ഫ്ലെഡ് ഫ്രം ദ ടർക്കിസ് മാസ്കസ് ഇൻ ഏഷ്യ മൈനർ. അപ്പോൾ ഇത് സഹിക്കാൻ പറ്റാണ്ടായപ്പോൾ, ഈ ഒരു നിലവിളി സഹിക്കാൻ പറ്റാതായപ്പോൾ കുട്ടി എന്തു ചെയ്തു, അവരുടെ സ്ഥലത്തിൻ്റെ തന്നെ വേറൊരു സൈഡിൽ അനറ്റോളിയൻസ് എന്ന് പറഞ്ഞാൽ ഈ ടർക്കിഷ് മാസ്കർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർക്കിഷിലെ പൂർണ്ണനാശം വന്നപ്പോൾ അവിടുത്തെ സ്ഥലത്ത് നിന്ന് ഇതുപോലെ കുറച്ച് അഭയാർത്ഥികൾ വന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഈ അനറ്റോളിയൻസ് എന്ന് പറയുന്നത്. അവരുടെ സ്ഥലത്തേക്ക് ചെന്നു. എന്തിനായിട്ടാണ് ചെല്ലുന്നത്, ഈ കുട്ടിയുടെ കരച്ചിലൊന്നും മാറ്റാൻ ഒരു അമ്മ പാല് അല്ലെങ്കിൽ എന്താ പറയുക ഒരു മുലപ്പാൽ കുറച്ച് ആരെയും കൊടുക്കാൻ തയ്യാറാകുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. Mikali had been told that there was a nursing mother there who might take pity on his baby. So there he went full of hope. മിക്കാലി കേട്ടിട്ടുണ്ട് അവിടെ ഒരു നേഴ്സിംഗ് മദർ എന്ന് പറഞ്ഞാൽ മുലയൂട്ടുന്ന അമ്മ, പാല് കൊടുക്കുന്ന അമ്മ അവിടെ ഉണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ഈ കുട്ടിയെ കാണുമ്പോൾ കരുണ തോന്നുകയാണെങ്കിൽ അത് കുട്ടിക്ക് ഒരു ഭാഗ്യമാവുമല്ലോ, പാല് കൊടുക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചു. അത് അവനിൽ ഒരു ഹോപ്പ് ഉണ്ടാക്കി, ഒരു പ്രതീക്ഷയുണ്ടാക്കി. Their camp was like his the same misery. നമ്മുടെ ഈ ഒരു ക്യാമ്പിലുള്ള അതേ കഷ്ടപ്പാട്, മിസറി എന്ന് പറഞ്ഞാൽ കഷ്ടപ്പാട് തന്നെയാണ് അവരുടെ ക്യാമ്പിലും. ഓൾഡ് വുമൻസ് വേർ ക്രൗച്ച്ഡ് ഓൺ പാലറ്റ്സ് ഓൺ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ടിൽ ഇങ്ങനെ വൈക്കോലിൻ്റെ ഒരു കിടക്ക പോലെ കുറേ വൈക്കോൽ കൂടിയിട്ടിട്ട് നിൽക്കുന്നുണ്ട്. അവിടെ കുനിഞ്ഞിരിക്കുകയാണ് അവിടുത്തെ ഓൾഡ് വുമൻ, വയസ്സായ അമ്മമാരും. ബയർഫൂട്ടഡ് ചിൽഡ്രൻ പ്ലേഡ് അബൌട്ട് ഇൻ പൂൾസ് ഓഫ് ഡേർട്ടി വാട്ടർ. ചെളി വെള്ളത്തിൻ്റെ ഒരു പൂളുണ്ട് അവിടെ. ബയർഫൂട്ടഡ് എന്ന് പറഞ്ഞാൽ നഗ്നപാതമായിട്ട് ചെരുപ്പൊന്നും ഇല്ലാണ്ട് കുട്ടികൾ അവിടെ കളിക്കുകയാണ്. ആസ് ഹി അപ്രോച്ച്ഡ് സെവറൽ ഓൾഡ് വുമൻ റോസ് ടു ആസ്ക് വാട്ട് ഹി വാണ്ടഡ്. അവനിങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരുപാട് ഓൾഡ് വുമൻസ് അവിടെ ഇരിക്കുന്നുണ്ടല്ലോ, അവരൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. ബട്ട് ഹി വോക്ക് ഡൗൺ ആൻഡ് സ്റ്റോപ്ഡ് ഓൺലി അറ്റ് ദ ഓപ്പണിംഗ് ഓഫ് എ ടെൻറ്റ്. പക്ഷേ അവൻ നടന്നു പോയിട്ട് ആ ടെൻറ്റിൻ്റെ ഓപ്പണിങ്ങിൽ മാത്രമേ നിന്നുള്ളൂ. ഇവർ പറയണതൊന്നും ഇവൻ കേൾക്കുന്നില്ല. ഫ്രം ദ ഇൻറ്റീരിയർ ഓഫ് ദ ടെൻറ്റ് കെയിം ദ സൗണ്ട് ഓഫ് എ വെയിലിംഗ് ഇൻഫൻറ്റ്. അവിടെ നിന്ന് ഒരു കുഞ്ഞിൻ്റെ നിലവിളി ആ ടെൻറ്റിൻ്റെ ഓപ്പണിങ്ങിലായി പോയി നിന്നപ്പോൾ അവനത് കേട്ടു. Have pity on his poor orphan and gave him a little milk. I am a poor Armenian, he said in Greek. ഗ്രീക്കിൽ പറയാണ് ഞാനൊരു അർമീനിയനാണ്. ഈ ഒരു ഓർഫൺ കുഞ്ഞിന്, കാരണം അമ്മയില്ല എന്ന് പറയാണ്, കുറച്ച് കരുണ തോന്നി കുറച്ച് പാല് കൊടുക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. At his appeal, a lovely dark woman appeared. She held in her arms an infant blissfully sucking the maternal breast.
ഇറ്റ്സ് ഐസ് ഹാഫ് ക്ലോസ്ഡ്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഒരു ഡാർക്ക് വുമൺ, അപ്പോൾ ഒരു ഗോത്രവർഗ്ഗക്കാരി എന്ന നിലയ്ക്ക് അവരവിടെ എത്തി. എന്ത് ചെയ്തു? ഒരു കുട്ടി കയ്യിലുണ്ട്, പാല് കുടിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടിയാണ്. കണ്ണിങ്ങനെ ഹാഫ് ഓപ്പൺ, പാതി അടച്ചിരിക്കുകയാണ്. ഓക്കെ, ലെറ്റ് സീ ദ കിഡ്, ഇറ്റ്സ് എ ബോയ് ഓർ എ ഗേൾ. അപ്പോൾ പറയുന്നുണ്ട് ഞാൻ കുട്ടിയെ ഒന്ന് കാണട്ടെ, ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. മിക്കാലിസ് ഹേർട്ട് ട്രംബിൾഡ് വിത്ത് ജോയ്. അപ്പം മിക്കാലിയുടെ ഹേർട്ട് ഇത് കേട്ടപ്പോൾ ഞെട്ടി, കാരണം കുട്ടീനെ ഒന്ന് കാണിച്ചു തരാൻ പറയുന്നുണ്ടല്ലോ. അപ്പം സന്തോഷം കൊണ്ട് ഞെട്ടിപ്പോവാണ്, ആശ്ചര്യത്തോടെ കൂടെ നിൽക്കുക. Several neighbors had come closer to see and they helped him to take from his shoulders the sack where the baby brother was held. ആ കുട്ടി ഇരിക്കുന്ന ചാക്ക് ഷോൾഡറിൽ നിന്ന് എടുക്കാൻ കുറേ നൈബേഴ്സ്, അടുത്തുള്ള ആൾക്കാരൊക്കെ വന്നിട്ട് അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കുട്ടീനെ പുറത്തേക്ക് എടുക്കാൻ. വിത്ത് ക്യൂരിയോസിറ്റി ദ ലീൻഡ് ഓവർ. അപ്പോൾ ഈ ഒരു ആശ്ചര്യത്തോട് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ആകാംക്ഷയോട് കൂടിയിട്ട് ലീൻഡ് എന്ന് പറഞ്ഞാൽ കുനിയാണ് ആ ഒരു ചാക്ക് എടുക്കാനും കുട്ടീനെ എടുക്കാനൊക്കെ. ഹി ഡ്രൂ ബാക്ക് ദ കവർ. അവൻ എന്ത് ചെയ്തു? ബാക്കിൽ നിന്ന് ആ കവർ ഇങ്ങനെ എടുത്തു. ദ വുമൺ ഗേവ് വെൻ ടു വേരിയസ് ക്രൈസ് ഓഫ് ഹൊറർ. അപ്പോൾ വുമൺ, ആ പെണ്ണ് പുറത്തേക്ക് പ്രകടിപ്പിക്കണത് എന്താ? ഒരു പേടിച്ചിട്ടുള്ള കരച്ചിലാണ് വന്നത്. ദ ചൈൽഡ് ഹാഡ് നോ ലോങ്ങർ എനിത്തിങ് ഹ്യൂമാൻ അബൌട്ട് ഇറ്റ്. ഒരു മനുഷ്യൻ എന്ന് തോന്നാൻ മാത്രം ആ കുട്ടിയിൽ ഒന്നുമില്ല. ദ ഹെഡ് ഹാഡ് ബിക്കം എനോർമസ്. എനോർമസ് എന്ന് വെച്ചാൽ വളരെ വലിയ തലയാണ്. ആൻഡ് ദ ബോഡി ഓഫ് ആൻ ഇൻക്രെഡിബിൾ തിന്നസ്. ശരീരമോ നമുക്ക് ഇൻക്രെഡിബിൾ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത അത്രയ്ക്കും തിന്നായിട്ട് സ്കെൽറ്റൻ ആയിട്ടിരിക്കുക. വാസ് ഓൾ ഷ്രിൽഡ് അപ്പ്. ഷ്രിൽഡ് എന്ന് പറഞ്ഞാൽ മുഖം മീൻസ് ശരീരം മൊത്തം ചുളുങ്ങിയിരിക്കുന്നു. തല ഒരു വലിയ തല, എന്തോ അസുഖം ബാധിച്ച ഒരു കുട്ടിയെ പോലെ. ശരീരം ഭയങ്കര തിൻ. എന്താണ് കാരണം? കുട്ടി ജനിച്ച അന്ന് തൊട്ട് കുട്ടിക്ക് ഇതുവരെ പാല് കിട്ടിയിട്ടില്ല. ആസ് അണ്ടിൽ ദെൻ ഇറ്റ് ഹാഡ് സക്ഡ് ഓൺലി ഇറ്റ് സം. അതുവരെ ആ കുട്ടിയെ തള്ളവരിൽ മാത്രമാണ് ഇങ്ങനെ വലിച്ചു കുടിച്ചിരുന്നത്. ഇറ്റ് വാസ് ഓൾ സ്വോളൻ. അതുകൊണ്ട് തന്നെ കൈൻ്റെ ഈ ഒരു തമ്പ്, ഈ ഒരു തള്ളവിരൽ എന്ന് പറയുന്നത് വീർത്തിട്ടാണ് ഇരിക്കുന്നത്. ഇറ്റ് വാസ് ഡ്രെഡ്ഫുൾ ടു സീ. അതൊരു ഭയാനകമാണ് കാണുമ്പോൾ തന്നെ. മിക്കാലി ഹിംസെൽഫ് ഡ്രൂ ബാക്ക് ഇൻ ഫ്രൈറ്റ്. മിക്കാലി അവരുടെ ഈ കരച്ചിൽ കേട്ടിട്ട് പേടിച്ചിട്ട് അവൻ തന്നെ ബാക്കിലേക്ക് ഓടി. ഓൾ ഓഫ് ദം ടുഗദർ ചേസ്ഡ് ഹിം അവേ. അവരും എന്ത് ചെയ്തു? അവനെ അവിടെ നിന്ന് ഓടിച്ചു വിട്ടു. ത്രെട്ടനിങ് എന്ന് പറഞ്ഞാൽ പേടിപ്പിക്കുന്ന. ഹിസ് ഐസ് ഫിൽഡ് വിത്ത് ടിയേഴ്സ്. അവൻ്റെ കണ്ണുകളിൽ നിറച്ച് കണ്ണീര് വന്നു. കാരണം അവിടെയും ഒരു ഹോപ്പ് നഷ്ടപ്പെടുകയാണ്, പ്രതീക്ഷ നഷ്ടപ്പെടുകയാണ്. ഹി വെൻറ്റ് ഓഫ് ബയറിംഗ് ദ ലിറ്റിൽ ചൈൽഡ് സ്റ്റിൽ വെയിലിംഗ് ഇറ്റ്സ് ഹങ്കർ. അപ്പോഴും ആ കുഞ്ഞ് വീണ്ടും നിലവിളിക്കുകയാണ് പട്ടിണി കാരണം. ദർ വാസ് നത്തിങ് ടു ബി ഡൺ. ഇനി എനിക്ക് ഒന്നും ചെയ്യാനില്ല. ദ ചൈൽഡ് വാസ് കണ്ടംഡ് ടു ഡൈ ഓഫ് ഹങ്കർ. ഈ കുട്ടി വിശന്നുകൊണ്ട് മരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, കണ്ടംഡ് എന്ന് പറഞ്ഞാൽ കുറ്റം ചുമത്തപ്പെട്ട. അപ്പോൾ ഈ കുട്ടിയുടെ മേൽ കുറ്റം പറയുന്നത് എന്താണ്? ആ കുട്ടി ഇതുപോലെ വിശപ്പോടു കൂടി മരിക്കും. മിക്കാലി ഫെൽറ്റ് ഹിംസെൽഫ് ഇമ്മൻസ്ലി അലോൺ ആൻഡ് ലോസ്റ്റ്. മിക്കാലിക്ക് അപ്പം ഇമ്മൻസ്ലി എന്ന് പറഞ്ഞാൽ വളരെയധികം ഒറ്റയ്ക്കായ പോലും കംപ്ലീറ്റ്ലി അവനെ തന്നെ നഷ്ടപ്പെടുന്ന പോലെ തോന്നി. കാരണം ഇവിടെയും പ്രതീക്ഷയില്ല. എ ചിൽ റൺ അപ്പ് ഹിസ് സ്പൈൻ അറ്റ് ദ തോട്ട് ദാറ്റ് ഹി വാസ് ക്യാരിങ് സച്ച് ആൻ അൺലക്കി ചൈൽഡ്. പെട്ടെന്ന് അവനൊരു വിചാരം ഇങ്ങനെ വരികയാണ്, ഞാൻ ഒരു ഭാഗ്യമില്ലാത്തൊരു കുട്ടീനെയാണ് ഈ ചുമന്ന് നടക്കുന്നതെന്ന് അവന് തോന്നുകയാണ്. ഹി സ്ലംഡ് ഡൗൺ ഇൻ ദ ഷാഡോ ഓഫ് എ ഷെഡ്. സ്ലംഡ് എന്ന് പറഞ്ഞാൽ തളർന്നിരിക്കുകയാണ് ഒരു ഷേഡ് ഓഫ് എ ഷെഡിൻ്റെ ഒരു നിഴലിൽ, ഷാഡോയിൽ. ഇറ്റ് വാസ് സ്റ്റിൽ വെരി വാം. എന്നാലും അവിടെ നല്ല ചൂടുണ്ട്. ദ കൺട്രി സ്പ്രെഡ് ഔട്ട് ബിഫോർ ഹിം ഇൻ എറിഡ്. എറിഡ് എന്ന് പറഞ്ഞാൽ ഉണങ്ങി, വരണ്ട്, ഉണങ്ങി, അങ്ങനെയൊക്കെ ഒരു മീനിങ് വരും. അപ്പോൾ ആ കൺട്രി മൊത്തം അവന് വരണ്ടുണങ്ങിയ പോലെ ഫീൽ ചെയ്തു. വേസ്റ്റ് ലാൻഡ് എന്ന് പറഞ്ഞാൽ എന്താ? ആകെ വരണ്ട് കിടക്കുന്ന ഒരു തരിശു നിലം. കവേർഡ് വിത്ത് റെഫ്യൂസ് എന്ന് പറഞ്ഞാൽ ഫുൾ ചവറായിട്ട് കിടക്കുന്നു. ന്യൂൺ റാങ് ഔട്ട് സംവേർ. ദ സൗണ്ട് റിമൈൻഡഡ് ഹിം ദാറ്റ് ഹി ഹാഡ് ഈറ്റൻ നത്തിങ് സിൻസ് ദ ഡേ ബിഫോർ. അപ്പോൾ തന്നെ അവിടെ രാവിലെ ആയി എന്നുള്ള ഓരോ ശബ്ദങ്ങളൊക്കെ കേട്ട് തുടങ്ങി. അപ്പോഴാണ് അവൻ മനസ്സിലാക്കിയത് ഇന്നലെ തൊട്ട് താനൊരു ഭക്ഷണം കഴിച്ചിട്ടില്ല. ഹി വുഡ് ഹാവ് ടു ഗോ സ്നീക്കിംഗ് അബൌട്ട് ദ സ്ട്രീറ്റ് അറൗണ്ട് കഫേ ടെറസസ് ഫിൽച്ചിങ് സം ഹാഫ് ഈറ്റൻ റോൾ ലെഫ്റ്റ് ഓൺ എ പ്ലേറ്റ്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താ? സ്നീക്കിങ്, പതുങ്ങി അവന് കുറേ സ്ട്രീറ്റിലൊക്കെ നടക്കണം. എന്തിനായിട്ടാണ്? ഏതെങ്കിലും കഫേയിൽ ആൾക്കാർ ഭക്ഷണം കഴിച്ച് ഉപേക്ഷിച്ച വസ്തുക്കളുണ്ടാവുമല്ലോ എന്തെങ്കിലും ബാക്കിയായിട്ട്, അപ്പോൾ അതൊക്കെ പോയിട്ട് തിരഞ്ഞെടുക്കണം. ഫിൽച്ചിങ് എന്ന് പറഞ്ഞാൽ അപഹരിക്കുക എന്ന് പറയുന്നത് ഇങ്ങനെ വേസ്റ്റുകളാണ് അപഹരിക്കാൻ പോണത്. ആൾക്കാർ പകുതി കഴിച്ച് വേണ്ടെന്ന് വെച്ചിരിക്കുന്ന റൊട്ടി അങ്ങനത്തെ സാധനങ്ങളൊക്കെ. or else rake about in the garbage for what a dog would not have eaten. നായകളോ പട്ടികളോ വന്ന് തിന്നാത്ത എന്തെങ്കിലും മാലിന്യം, ഗാർബേജ് എന്ന് പറഞ്ഞാൽ മാലിന്യം ഇടുന്ന ആ കൊട്ടയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് റേക്ക് ചെയ്യുക എന്ന് പറഞ്ഞ് തിരയണം. സഡൻലി ലൈഫ് seemed to him so full of horrors that he covered his face with his hand and began to sob desperately. എന്ന് പറഞ്ഞാൽ നിരാശയോട് കൂടിയിട്ട് സോബ് ചെയ്യാൻ, നമ്മളിങ്ങനെ കരഞ്ഞ് അവൻ തേങ്ങി തുടങ്ങി. കാരണം അവൻ്റെ ലൈഫ് ഇത്രയും ഭയാനകമായിട്ടുള്ള സിറ്റുവേഷൻസ് അല്ല ഇവനെ കൊണ്ടുവരുന്നതെന്ന് വിചാരിച്ചിട്ട്.
When he raised his head, a man stood before him, gazing down upon him. Mikali recognized the Chinaman who often came to the camp to sell paper, knickknacks, and charms which no one ever bought from him anyway. പെട്ടെന്ന് അവൻ തലപൊക്കി നോക്കിയപ്പോൾ അവിടെ ഒരു ചൈന മാനെയാണ് കണ്ടത്. അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അദ്ദേഹം ആരായിരുന്നു? അവരുടെ ക്യാമ്പിലേക്ക് ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട്, ഓരോ പേപ്പറിൻ്റെ ഓരോ സാധനങ്ങളൊക്കെ ആയിട്ട്, മീൻസ് കളിപ്പാട്ടങ്ങൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ആയിട്ട് ആൾ വരാറുണ്ട്. ഓഫൻ ദേ മോക്ക്ഡ് ഹിം ബിക്കോസ് ഓഫ് ഹിസ് കളർ ആൻഡ് ഹിസ് സ്കിൻഡ് ഐസ്. അപ്പം സ്കിൻഡ് ഐസ് എന്ന് പറഞ്ഞാൽ കോങ്കണ്ണാണ് ആൾക്ക്. അപ്പോൾ ആളെ കളിയാക്കിക്കൊണ്ട്, മോക്ക്ഡ് എന്ന് പറഞ്ഞാൽ എന്താ, കളിയാക്കിക്കൊണ്ട് അവിടുത്തെ ആൾക്കാർ എപ്പോഴും ആളെ നോക്കി ചിരിക്കാറുണ്ട്, ഒരു സാധനങ്ങളും മേടിക്കാറില്ല. Mikali saw that he was looking gently down at him and moving his lip as though to speak. അപ്പം മിക്കാലി നോക്കുന്നുണ്ടായിരുന്നു. ചൈനാമാൻ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അവൻ്റെ അടുത്തേക്ക് വരുന്നു. എന്നിട്ട് അവിടെ സംസാരിക്കാൻ വേണ്ടി ജസ്റ്റ് ആ മൗത്ത് ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നുണ്ട്, ലിപ്സ് ചുണ്ടുകളൊക്കെ ഇങ്ങനെ മാറ്റുന്നുണ്ട്. ഫൈനലി ദ ചൈനാമാൻ സെഡ്, അങ്ങനെ ചൈനാമാൻ പറയാണ്, യു മസിൻ ക്രൈ ബോയ്, അപ്പോൾ നീ കരയേണ്ട ആവശ്യമില്ല. ദെൻ ടിമിഡ്ലി, ശങ്കയോടുകൂടി, പറയണ്ടേ എന്നുള്ള നിലയ്ക്ക് ചോദിച്ചു, കം വിത്ത് മീ, എൻ്റെ കൂടെ വരൂ. മിക്കാലിസ് ഓൺലി ആൻസർ വാസ് ടു ഷേക്ക് ഹിസ് ഹെഡ് നെഗറ്റീവ്ലി എന്ന് പറഞ്ഞാൽ വരുന്നില്ല എന്ന രീതിയിൽ മിക്കാലിയുടെ ആൻസർ എന്തായിരുന്നു? തല ഇങ്ങനെ ആട്ടി. ഹി ലോങ് ടു ഫ്ലൂ, എന്താ ചെയ്തത്? ഒഴിഞ്ഞു മാറാനാണ് നിന്നത്. ഫ്ലീ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു മാറാൻ നിന്നു. ഹി ഹാഡ് ഹിയർ സോ മെനി ഹൊറേഴ്സ് അബൌട്ട് ദ ക്രൂവാലിറ്റി ഓഫ് ദ ഓറിയൻ്റലിസ്റ്റ്. അപ്പം കിഴക്കൻ പ്രദേശങ്ങളിലുള്ള ആൾക്കാരെയൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഇവരുടെ പ്രദേശത്തുള്ള ആൾക്കാരെ പറ്റിയിട്ട് ഇവർ കുറേ ക്രൂവലായിട്ടുള്ള കാര്യങ്ങൾ, നീച്ച കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമേ അവൻ കേട്ടിട്ടുള്ളൂ. കുറച്ച് ഹൊറേഴ്സ്, പേടിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. യെറ്റ് ദ മാൻ റിമൈൻഡ് ദ ആൻഡ് ഡിഡ് നോട്ട് ബഡ്ജ്. അപ്പോൾ എന്താ ചെയ്ത്? അവിടുന്ന് നീങ്ങാൻ അദ്ദേഹം തയ്യാറായില്ല. സോ ബീയിങ് ഇൻ ഗ്രേറ്റ് ഡിസ്ട്രെസ്, മിക്കാലി ഫോളോഡ് ഹിം. അപ്പോൾ കുറച്ച് അസ്വസ്ഥകളൊക്കെ ഉണ്ടെങ്കിലും മിക്കാലി എന്തു ചെയ്തു? അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. എന്തുകൊണ്ടാണ്? വാട്ട് മോർ ആഫ്റ്റുൾ തിങ് കുഡ് ആഫുൾ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം. ഇനി ഇതിനേക്കാൾ കൂടുതൽ എനിക്ക് എന്താണ് ഉണ്ടാവാനുള്ളത്? അപ്പോൾ പിന്നെ ആൾ വിളിച്ച ആളുടെ ഒപ്പം പോവാ, എന്താ പേടിക്കാനുള്ളത് നിലയ്ക്ക് അവൻ പോവാണ്. വാട്ട് മോർ ആഫുൾ തിങ് കുഡ് ഹാപ്പൻ ടു ഹിം, ഇനി ഇതിനേക്കാൾ കൂടുതൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ആസ് ദേ വോക്ക്ഡ് അലോങ് ദ സ്റ്റംബിൾഡ് വീക്ക്ലി ആൻഡ് ഓൾമോസ്റ്റ് ഫെൽ വിത്ത് ദ ചൈൽഡ്. അപ്പോൾ അവൻ്റെ കാലിടറുന്നുണ്ടായിരുന്നു. കാലിടറിയിട്ട് അവൻ വീഴാൻ പോകുന്നുണ്ട് ആ കുട്ടിയെ കൊണ്ടിട്ട്. ദ ചൈനാമാൻ came to him and taking the baby in his hand tenderly pressed it to him. അപ്പോൾ എന്താ ചെയ്യുന്നത്? ചൈനാമാൻ അപ്പോൾ തന്നെ അവൻ്റെ ആ ഒരു കയ്യിൽ ചാക്കുണ്ടായിരുന്നല്ലോ പുറത്തിങ്ങനെ കെട്ടിയിട്ടുള്ളത്, അതിൽ നിന്ന് കുട്ടിയെ എടുത്തിട്ട് മൃദുവായിട്ട് തൻ്റെ ചെസ്റ്റിൽ ഇങ്ങനെ അമർത്തി. ദേ ക്രോസ്ഡ് സെവറൽ എംപ്റ്റി ലോട്ട്സ് ആൻഡ് ദെൻ ദ മാൻ ടുക്ക് എ ലിറ്റിൽ ലൈൻ. അപ്പോൾ ലോട്ട്സ് എന്ന് പറഞ്ഞാൽ ഭൂമിഭാഗം, കുറേ തരിശായി കിടക്കുന്ന ഭൂമിഭാഗത്തിൽ കൂടെ അവർ രണ്ടാളും നടന്ന് നീങ്ങി. അതിനുശേഷം അവരൊരു ലൈൻ എന്ന് പറഞ്ഞ ഒരു ഇടവഴി എടുക്കുകയാണ്. That led them to a sort of wooden cabin surrounded by a very small garden. ഒരു ചെറിയ ഗാർഡൻ്റെ ഉള്ളിലായിട്ട് ഒരു ചെറിയ വുഡൻ ക്യാബിൻ പോലെ എന്ന് പറഞ്ഞാൽ അത് അവരുടെ വീടായിരുന്നു കേട്ടോ, ഒരു ചെറിയ വീട്. ഹി സ്റ്റോപ്ഡ് ബിഫോർ ദ ഡോർ ആൻഡ് ക്ലാപ്ഡ് ഹിസ് ഹാൻഡ് ടു ഐസ്. അപ്പോൾ ഈ ചൈനാമൻ്റെ വീടിൻ്റെ അടുത്ത് അവിടെ പോയി നിന്നിട്ട് എന്തു ചെയ്തു? ആ ഡോറിൻ്റെ അവിടെ 2 വട്ടം ക്ലാപ്പ് ചെയ്തു. എ ഫ്യൂ ലൈറ്റ് സ്റ്റെപ്പ് ഇൻസൈഡ് ആൻഡ് എ ടൈനി പേഴ്സൺ കെയിം ടു ഓപ്പൺ ദ ഡോർ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ചെറിയ സ്റ്റെപ്സ് ഇങ്ങനെ വെച്ച് ഒരു ചെറിയ ആൾ വന്നിട്ട് ഡോർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. സീയിങ് ദ മെൻ ഹെർ ഫൈസ് റെഡൻഡ് ആൻഡ് ദെൻ എ ഹാപ്പി സ്മൈൽ ഹിറ്റ് ഇറ്റ് അപ്പ്. പെട്ടെന്ന് തന്നെ ഈ ഒരു മനുഷ്യനെ, ഈ ചൈനാമേനെ കണ്ടിട്ട് ആ ഒരാളുടെ മുഖത്ത് ഭയങ്കര ഒരു ചുവപ്പ് എന്ന് പറഞ്ഞാൽ പുഞ്ചിരിയോടുകൂടി ഒരു ചുവപ്പ് ഇങ്ങനെ കടന്നു വന്നു. ഷീ മേഡ് എ ബ്രീഫ് കർട്ടസി ടു ദം. ചെറിയ രീതിയിൽ എന്തു ചെയ്തു? ഒരു വണക്കം, നമസ്കാരമൊക്കെ പറഞ്ഞു. ആസ് മിക്കാലി റിമൈൻഡ് ദർ, മിക്കാലി അവിടെ തന്നെ നിന്നു. ഹെസിറ്റേറ്റിംഗ്ലി റൂട്ടഡ് ടു ദ ത്രെസ് ഹോൾഡ്, ശങ്കയോടുകൂടിയിട്ട്, ഹെസിറ്റേറ്റിംഗ്ലി പറഞ്ഞാൽ ശങ്കയോടുകൂടി, പേടിയോടുകൂടി, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ത്രെസ് ഹോൾഡ്, ഉമ്മറപ്പടിയിൽ തന്നെ നിന്നു. ദ ചൈനാമാൻ സെഡ് ടു ഹിം. അപ്പോൾ ചൈനാമാൻ പറഞ്ഞു, കം ഇൻ ദെൻ, ഡു നോട്ട് ബി അഫ്രൈഡ്, ദിസ് ഈസ് മൈ വൈഫ്. പേടിക്കേണ്ട, നീ അകത്തേക്ക് വാ, ഇതെൻ്റെ ഭാര്യയാന്ന് പറഞ്ഞു. മിക്കാലി വെൻറ്റ് ഇൻ ടു ദ റൂം, റാദർ ലാർജ് ഇറ്റ് സീംഡ്, separated in the middle by a colored paper screen. It was also clean and neat, though very poor looking. In the corner he noticed a wicker cradle. അപ്പം ആ റൂമിലേക്ക് കടന്നപ്പോൾ ചെറിയൊരു റൂമാണ്, അവിടെ ഒരു കർട്ടൻ പോലെ ഒരു പേപ്പറിൻ്റെ സ്ക്രീൻ വെച്ച് മറച്ചിട്ടുണ്ട്. നല്ല ക്ലീൻ ആയിട്ടാണ് ആ വീട് കൊണ്ട് നടക്കുന്നത്. അതിനൊരു സൈഡിലായിട്ട് ഒരു വിക്കർ ക്രാഡിൽ എന്ന് പറഞ്ഞാൽ എന്താ, ചൂരൽ തൊട്ടിയിരിക്കുന്നുണ്ട്, കുട്ടികളാട്ടുന്നത്. ദാറ്റ് ഈസ് മൈ ബേബി. അപ്പോൾ പറയണം അതെൻ്റെ മോനാണ് അല്ലെങ്കിൽ മകളാണ്. സെഡ് ദ യങ് വുമൻ കോക്കിംഗ് ഹെർ ഹെഡ് ഗ്രേഷ്യസ്ലി ടു വൺ സൈഡ് ആൻഡ് സ്മൈലിംഗ് അറ്റ് ഹിം. അവൻ്റെ മുഖത്ത് നോക്കി ചിരിച്ചിട്ട് ഗ്രാഷ്യസ്ലി, കാരുണ്യത്തോടു കൂടി പറയണം അതെൻ്റെ കുഞ്ഞാണ് എന്ന് പറയുന്നുണ്ട്. ഹി ഈസ് വെരി ടൈനി ആൻഡ് വെരി ബ്യൂട്ടിഫുൾ, കം ആൻഡ് സീ. അവൻ ഭയങ്കര ചെറുതുമാണ്, നല്ല മനോഹരനാണ്, വായു വന്നിട്ട് കാണു എന്ന് പറയണം. അപ്പോൾ അത് ആൺകുട്ടിയാണ്, ഹീ എന്ന് പറഞ്ഞിട്ടുണ്ട്. Mikali went up closer and silently admired it. A chubby baby that lately out of the darkness of the maternal body slept peacefully covered with a gold brocade cloth like a little king. അപ്പോൾ അവൻ അടുത്തേക്ക് ചെന്നിട്ട് ആ കുട്ടിയെ കണ്ടു. അപ്പോൾ അതിലൊരു ചെറിയ കുട്ടി കിടക്കുന്നുണ്ട്, സമാധാനത്തോടെ ഉറങ്ങുകയാണ്.
അതിന് പുതച്ചിട്ടുള്ളത് എന്തുകൊണ്ടാണ് കവേർഡ്, എന്തുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത് ബ്രൊക്കേഡ് ക്ലോത്ത്, ഒരു ബ്രൊക്കേഡ് ക്ലോത്ത് കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട്, ഒരു ഗോൾഡ് കളറാണ്, അതുകൊണ്ട് തന്നെ ഒരു ചെറിയ രാജാവിനെ പോലെ തോന്നുകയാണ്. ദെൻ ദ ഹസ്ബൻഡ് കോൾ ഹിസ് വൈഫ് ഓവർ, എന്നിട്ട് ഈ ഹസ്ബൻഡ് എന്ത് ചെയ്തു, ഭാര്യയെ വിളിച്ചു. ഹി ടോൾ ഹെർ ടു സിറ്റ് ഓൺ എ സ്ട്രോ മാറ്റ്, ഒരു വൈക്കോലിൻ്റെ ഒരു മാറ്റ്, നമ്മൾ ചവിട്ടി എന്നൊക്കെ പറയില്ലേ, ഇരിക്കുന്ന ഒരു സാധനം, അതിൽ അവളോട് ഇരിക്കാൻ പറഞ്ഞു. വിത്തൗട്ട് എ വേർഡ്, ഒരു വാക്കുപോലും ചോദിക്കാതെ ഹി സെറ്റ് ഡൗൺ ഓൺ ഹെർ ലാപ്പ് ദ ലിറ്റിൽ ഫാമിഷ്ഡ് വൺ ബോയിങ് ഡീപ്ലി ബിഫോർ ഹെർ. എന്തു ചെയ്തു, അവളുടെ അടുത്തേക്ക് ഇങ്ങനെ കുനിഞ്ഞുകൊണ്ട് ആ കുട്ടിയെ, പട്ടിണി കിടന്നിരുന്ന ആ കുട്ടിയെ അവളുടെ മടിയിലേക്ക് എടുത്തു വെക്കുക. ലാപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, മടിയിലേക്ക് എടുത്തു വെച്ചു. ദ വുമൺ ലീൻഡ് ഓവർ വിത്ത് ആസ്റ്റോണിഷ്മെൻറ്റ്, ആ കുട്ടിയെ കണ്ട ആ ഒരു ഇതിലെ അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നോക്കുക. കാരണം വലിയ തല, ശരീരം ഭയങ്കര തിന്ന്, ഒരു ഹ്യൂമൻ, ഒരു മനുഷ്യനായിട്ട് തോന്നുന്നില്ല. ആൻഡ് ഡ്രൂ ബാക്ക് ദ കവറിങ് ഇൻ വിച്ച് ദ ചൈൽഡ് വാസ് റാപ്ഡ്, കുട്ടീനെ പൊതിഞ്ഞിരിക്കുന്ന അതങ്ങോട്ട് മാറ്റുകയാണ്. ഇറ്റ് അപ്പിയർ ടു ഹെർ ഇൻ ഓൾ ഇറ്റ്സ് സ്കെൽറ്റോണിക് ഹൊറർ, അപ്പോൾ ഒരു ഇത്രയും തിന്നായിട്ടുള്ള ഒരാളുടെ ഒരു പേടിക്കുന്ന സ്വപ്നമായിട്ട്, ഒരു പേടിക്കുന്ന രൂപമായിട്ട് അവൾക്ക് തോന്നിയത്. ഷീ ഗേവ് എ ക്രൈ ഓഫ് ഇമ്മൻസ് പിറ്റി, അപ്പോൾ അവൾക്ക് തോന്നിയത് ബാക്കി എല്ലാവർക്കും തോന്നണ പോലെ ഒരു പേടിച്ചിട്ട് അകന്നു പോവുകയല്ല ചെയ്ത്. അവൾക്ക് പേടിയുണ്ട്, സങ്കടം ഉണ്ടെങ്കിലും അവനോടൊരു കരുണ, ദയയാണ് തോന്നിയത്. അവൾ കുറേ കരഞ്ഞു. ദെൻ പ്രസ് ദ ബേബ് ടു ഹെർ ഹേർട്ട്, അവളുടെ നെഞ്ചോട് ആ കുട്ടിയെ ചേർത്ത് വെച്ചു. ഗിവിങ് ഇറ്റ് ദ ബ്രസ്റ്റ്, എന്നിട്ട് പാല് കൊടുക്കാൻ തുടങ്ങി. ദെൻ വിത്ത് എ ഗെസ്റ്റർ ഓഫ് മോഡസ്റ്റി ഷീ ബ്രോട്ട് forward a flap of her robe over the milk-swollen breast and the poor gluttonous infant suckling there. ഗസ്റ്റർ എന്ന് പറഞ്ഞാൽ ആംഗ്യം, ആ മാന്യതയുടെ ഒരു ആംഗ്യം. അപ്പം മാന്യതയോട് കൂടിയിട്ട്, മോഡസ്റ്റി എന്ന് പറഞ്ഞാൽ മാന്യതയോട് കൂടിയിട്ട് എന്തു ചെയ്തു, അവൾ ആ തൂങ്ങിക്കിടക്കുന്ന, അതാണ് ഫ്ലാപ്പ് എന്നർത്ഥം, തൂങ്ങിക്കിടക്കുന്ന ആ മേൽക്കുപ്പായി എന്ത് ചെയ്തു, മാറ്റി ആ പാലുള്ള അവളുടെ ആ ഒരു ബ്രസ്റ്റ് എടുത്തിട്ട് കുട്ടിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഗ്ലട്ടനസ് എന്ന് പറഞ്ഞാൽ അത്യാർത്തിയോട് കൂടിയിട്ട്, ഈ കുട്ടി അന്ന് വരെ പാല് കുടിച്ചിട്ടില്ല, ഒരു ഭക്ഷണവും അങ്ങനെ കഴിക്കുന്നില്ല. അപ്പോൾ അത്രയും അത്യാർത്തിയോട് കൂടിയിട്ട് ആ കുട്ടി അത് സക്ക് ചെയ്യാണ്, വലിച്ചു കുടിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ അമ്മയുടെ വാല്യൂ ആണ് നമുക്ക് മനസ്സിലായത്. അമ്മ ഉണ്ടായിരുന്നെങ്കിൽ മിക്കാലിക്ക് ആ കുട്ടീനെ കൊണ്ടിട്ട് ഇങ്ങനെ ഓരോ സ്ഥലത്ത് ഓരോ ക്യാമ്പിലും നടക്കേണ്ട ആവശ്യങ്ങൾ വരില്ലായിരുന്നു. ഇത് മിക്കാലിക്കും മാനസികമായിട്ട് പ്രശ്നങ്ങളും ഹംഗ്രിയും, കുട്ടിക്കും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും നേരിടേണ്ടി വന്നു. ആ അമ്മയുടെ പ്രാധാന്യം ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുമാത്രമല്ല, സ്വന്തം ദേശക്കാരും മറ്റു ക്യാമ്പുകളിലൊക്കെ അവൻ പോയി സഹായം ചോദിച്ച് ആരും തയ്യാറാകുന്നില്ല കുട്ടിക്ക് ഒരു തരി പാല് കൊടുക്കാനായിട്ട്. എന്നാൽ ദുഷ്ട ആൾക്കാരാണ്, നീച്ച ആൾക്കാരാണ് ഈ ചൈനാമാൻസ് എന്നൊക്കെ വിചാരിച്ചിരുന്നു. അതുമാത്രമല്ല, ഓരോ സാധനങ്ങൾ വിൽക്കാൻ വരുമ്പോൾ ഇവൻ്റെ കൂടെയുള്ള ദേശക്കാരൊക്കെ ആളെ കളിയാക്കി പോവുകയാണ് ചെയ്തത്. എന്നാൽ ഇന്ന് അദ്ദേഹം വേണ്ടി വന്നു ഇവൻ്റെ ഇത്രയും വലിയൊരു പ്രശ്നം പരിഹരിക്കാനായിട്ട്. അദ്ദേഹം തൻ്റെ ഭാര്യയോട് ഒന്നും ചോദിക്കാതെയാണ് ഒരു മാതൃസ്നേഹം കൊടുക്കാൻ ആവശ്യപ്പെടുന്നതും പാല് കൊടുക്കാൻ പറയുന്നതൊക്കെ. അപ്പം ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാവുന്ന കാര്യം, ആ അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രമാണ്. അതുമാത്രമല്ല, നമുക്കൊരു ആവശ്യം വരുമ്പോൾ ആരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് എന്നുള്ള ഒരു മെസ്സേജും കൂടി ഇതിൽ തരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പാർട്ടിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ അർമീനിയൻ റെഫ്യൂജേഴ്സ് സെറ്റിൽ? എങ്ങനെയാണ് അർമീനിയയിലുള്ള റെഫ്യൂജേഴ്സ്, അവിടെ നിന്ന് വന്ന അഭയാർത്ഥികൾ സെറ്റിൽ ആയത്? The richest under tents, the others in the ruined shed, but the majority of the refugees were sheltered under carpet held up at the four corners by stick. നമ്മുടെ ചാപ്റ്ററിലുള്ള അതേ സെൻറ്റൻസ് ആണ്. നല്ല ക്യാഷുള്ള ആൾക്കാർ നല്ല ടെൻറ്റിൻ്റെ താഴെ, അധികം ക്യാഷില്ലാത്ത ആൾക്കാർ, പാവപ്പെട്ട ആൾക്കാർ കീറി പൊളിഞ്ഞ ടെൻറ്റിൻ്റെ താഴെ ഷെഡിൻ്റെ കേട്ടോ. പിന്നെ ബാക്കി മെജോറിറ്റി ഓഫ് ആൾക്കാരുടെ കയ്യിലും അഭയാർത്ഥികളല്ലേ, ക്യാഷ് ഉണ്ടാവില്ല, സാധനങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ അവരെന്താ ചെയ്ത്, കുറച്ച് കാർപ്പറ്റ്സ് എന്ന് പറയുമ്പോൾ ഈ പരവതാനി താഴേക്ക് വിരിക്കുന്ന ഓരോ സാധനങ്ങൾ ഇങ്ങനെ മേഞ്ഞ് ഒരു 4 വടികളൊക്കെ 4 ദിക്കിലും വെച്ചിട്ടാണ് അവർ ടെൻറ്റ് ഉണ്ടാക്കിയിട്ട് അതിന് കീഴിലാണ് താമസിച്ചിരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ലൈഫ് ഓഫ് ദ റെഫ്യൂജി ഇൻ ദ ക്യാമ്പ്. ആ ക്യാമ്പിലെ അഭയാർത്ഥികളുടെ ജീവിതം ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. The men found odd jobs and so that they and their families had something to eat. ഒന്നുമില്ലെങ്കിൽ വേറൊരു ജോലി, അതാണ് ഈ ഓഡ് ജോബ്സ് എന്ന് അവർ പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ജോബ്സ് അവർ കണ്ടെത്തിയിരുന്നു, അതുകൊണ്ട് അവർക്കും അവരുടെ ഫാമിലീസിനും എന്തെങ്കിലുമൊക്കെ കഴിക്കാനുണ്ടായിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ, വൈ കുഡൻ മിക്കാലി ഏൺ ഈവൻ എ പെന്നി? പെന്നി എന്ന് പറയുമ്പോൾ അവിടുത്തെ കറൻസിയാന്ന് പറഞ്ഞിട്ട് ഒരു കറൻസി പോലും അവനെ അവിടെ സമ്പാദിക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? മിക്കാലി കുഡ് നോട്ട് ലുക്ക് ഫോർ വർക്ക് ബിക്കോസ് ഹി ഹാഡ് ഹിസ് ന്യൂ ബോൺ ബ്രദർ വിത്ത് ഹിം. പുതിയതായിട്ട് ജനിച്ച സ്വന്തം അനിയൻ അവൻ്റെ ബാക്കിൽ അവനൊരു ബർഡൻ പോലെ തൂക്കിയിട്ടേക്കായിരുന്നല്ലോ, അതുകൊണ്ട് അവന് വേറെ ജോലിയൊന്നും നോക്കാൻ പറ്റിയിട്ടില്ല. ഹിസ് മദർ ഹാഡ് ഡൈഡ് അറ്റ് ചൈൽഡ് ബർത്ത്. ആ കുട്ടിയുടെ ജനനത്തിൻ്റെ ഭാഗമായിട്ട് അമ്മ മരിക്കുകയും ചെയ്തു.
ഫോർത്ത് വൺ, വൈ വാസ് ഹി ചേസ്ഡ് അവേ ബൈ ഹിസ് ഫെല്ലോ അർമീനിയൻസ്. അവിടുത്തെ ആ ഒരു അർമീനിയൻസ് കൂടെയുള്ള ആൾക്കാർ തന്നെ അവനെ ഓടിച്ചു വിടുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഹി വാസ് ചേസ്ഡ് അവേ ബൈ ഹിസ് ഫെല്ലോ അർമീനിയൻസ് ബിക്കോസ് ദേ വർ അണേബിൾ ടു ബെയർ ദ കണ്ടിന്യൂസ് ഡിസ്റ്റർബിംഗ് വെയിലിംഗ് ഓഫ് ദ ന്യൂ ബോൺ ബേബി. പുതിയതായിട്ട് ജനിച്ച ആ ഒരു കുഞ്ഞിൻ്റെ ആ ഒരു നിലവിളി കേൾക്കാൻ അവർക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നി. അതുകൊണ്ടാണ് അവനെ അവിടുന്ന് ഓടിച്ചു വിട്ടത്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, മിക്കാലി വോണ്ടേഡ് ലൈക്ക് എ ലോസ്റ്റ് സോൾ, കമൻറ്റ് ഓൺ ദ കമ്പാരിസൺ. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് അവനെല്ലാം നഷ്ടപ്പെട്ട ഒരു ആത്മാവിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ തെരഞ്ഞു നടക്കുക. എന്തുകൊണ്ട്? ഇതിനെയാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. മിക്കാലി വോണ്ടേഡ് അബൌട്ട് ലൈക്ക് എ ലോസ്റ്റ് സോൾ ബിക്കോസ് ഹി ഡിഡ് നോട്ട് ഗെറ്റ് എനി ഹെൽപ്പ് ഓർ പ്രൊട്ടക്ഷൻ ഫ്രം എനിവൺ. ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു സഹായം കിട്ടുന്നില്ല, ഒരാളുടെ കയ്യിൽ നിന്ന് ഒരു സെക്യൂരിറ്റി അല്ലെങ്കിൽ മീൻസ് ഒരു പ്രൊട്ടക്ഷൻ ഒന്നും കിട്ടുന്നില്ല, ഒരു കാവലാവുന്നില്ല. എല്ലാവരും അവനെ തുരത്തി വിടുകയാണ്. ആസ് എ ലോസ്റ്റ് സോൾ വോണ്ടേഴ്സ് അറൗണ്ട് ലുക്കിംഗ് ഫോർ പീസ് ആൻഡ് റെസ്റ്റ്. ഈ എന്താ പറയുക, ആത്മാവ് എന്ന് പറയുമ്പോൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആത്മാവെ പോലെ ഒരു സമാധാനവും ഇല്ല, അവന് ഒരു റെസ്റ്റും കിട്ടുന്നില്ല. മിക്കാലി ടു വാസ് വണ്ടറിങ്. അപ്പോൾ ഇപ്പോഴും മിക്കാലി എന്താണ്, ഇങ്ങനെ എന്തൊക്കെയോ തെരഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെയിൻലി എന്താണ്, ആരുടെ കയ്യിൽ നിന്ന് ഹെൽപ്പും പ്രൊട്ടക്ഷനും ഒന്നും അവന് കിട്ടുന്നില്ല. സിക്സ്ത് ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ റെഫ്യൂജീസ് വിഷ് ദാറ്റ് ദ ചൈൽഡ് വുഡ് ഡൈ. ആ കുട്ടി മരിക്കണം എന്ന് അവിടുത്തെ അഭയാർത്ഥികൾ വിചാരിച്ചിരുന്നു. എന്തുകൊണ്ടാണത്? ദ റെഫ്യൂജീസ് ലിസൺ ടു ദ ക്രൈസ് ഓഫ് ദ ബേബി വിത്ത് ഇറിറ്റേഷൻ. കാരണം അവിടുത്തെ അഭയാർത്ഥികളെല്ലാം ആ കുട്ടിയുടെ കരച്ചിൽ ഭയങ്കര ഒരു ഇറിറ്റേഷൻ, അവർക്ക് ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് വിചാരിച്ചിരിക്കുന്നത്. ദേ ഓൾ ഹാഡ് സോ മെനി ട്രബിൾസ് ഓഫ് ദെയർ ഓൺ ആൻഡ് ദേ ഓൾ വാണ്ടഡ് ദ ബേബി ടു ഡൈ. എല്ലാവർക്കും അവരുടേതായ കുറേ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുട്ടി മരിക്കണം എന്ന് വിചാരിച്ചു. കാരണം ഒന്നാമത്തെ കാര്യം, അവർക്ക് ഒരുപാട് പ്രഷർ ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഒന്നും ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. രണ്ടാമത്തത്, ബിക്കോസ് ദേ ഫീൽ പിറ്റി ടുവേർഡ്സ് ഹിം. ആ കുട്ടിയുടെ അടുത്ത് ദയം തോന്നുന്നുണ്ട്, കാരണം ആ കുട്ടിക്ക് പാല് കൊടുക്കാനോ ഹെൽപ്പ് ചെയ്യാനോ ഒരാളും തയ്യാറാവുന്നില്ലല്ലോ. ആൻഡ് ദാറ്റ് ഗേവ് ഹിം ദെയർ പീസ്. അപ്പോൾ ആ കുട്ടി മരിച്ചാലേ അവർക്ക് സമാധാനം കിട്ടൂ എന്നൊരു രീതിയും കൂടി വന്നു. സെവൻത്ത് ക്വസ്റ്റ്യൻ, നോട്ടീസ് ഹൗ ദ വുമൺ ബിഹേവ്ഡ്. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് ദെയർ ആറ്റിറ്റ്യൂഡ്. എങ്ങനെയാണ് ആ സ്ത്രീ ആ കുട്ടിയോട് ബിഹേവ് ചെയ്ത് അവരുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട് നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? നോ വുമൺ ഇൻ ദ ക്യാമ്പ് കെയിം ഫോർവേഡ് ടു ഹെൽപ്പ് ആൻഡ് പ്രൊട്ടക്ട് ദ ചൈൽഡ്. ആ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാനോ കുട്ടിയെ ഒന്ന് സംരക്ഷിക്കാനോ ആ ക്യാമ്പിലെ ഒരു സ്ത്രീകളും തയ്യാറായില്ല, മുന്നോട്ട് വന്നില്ല. ഇറ്റ് ഈസ് വെരി ഡിസ്ഹേർട്ടനിങ് എന്ന് പറയുമ്പോൾ എന്താ, ഹൃദയമില്ലാത്ത ആൾക്കാരുടെ ഒരു സ്വഭാവമായിട്ട് തോന്നി. ആൻഡ് ഷെയിംഫുൾ, നാണക്കേടും തോന്നി ഓഫ് ദം, അവരെ കുറിച്ചിട്ട്. ടു ബിഹേവ് ഇൻ സച്ച് എ ഇൻഹ്യൂമാൻ മാനർ, ഒരു മനുഷ്യത്വം ഇല്ലാതെ, ഹ്യൂമാനിറ്റി ഇല്ലാതെ അല്ലെങ്കിൽ ഒരു മനുഷ്യനല്ലാതെ ബിഹേവ് ചെയ്തതിൽ ഒരുപാട് ഷെയിംഫുൾ നമുക്ക് ഫീൽ ചെയ്തു. എയ്ത്ത് ക്വസ്റ്റ്യൻ, വോട്ട് മെയ്ഡ് മിക്കാലി ഗോ ടു ദ ക്യാമ്പ് ഓഫ് ദ അനറ്റോളിയൻസ്. അനറ്റോളിയൻ്റെ ക്യാമ്പിലും കൂടി പോകാമെന്ന് മിക്കാലിനെ പ്രേരിപ്പിച്ചത് എന്താണത്? ഹി ഹിയർഡ് ദാറ്റ് ദർ വാസ് എ നഴ്സിംഗ് മദർ ഇൻ ദാറ്റ് ക്യാമ്പ്. ആ ക്യാമ്പിൽ ഒരു മുലയൂട്ടുന്ന അമ്മ, ഒരു കുഞ്ഞുള്ള ഒരു അമ്മ അല്ലെങ്കിൽ പാല് കൊടുക്കുന്ന ഒരു അമ്മയുണ്ടെന്ന് അവൻ കേട്ടിരുന്നു. ഹോ മൈറ്റ് ടേക്ക് പിറ്റി ഓൺ ഹിസ് ബേബി. അതുകൊണ്ട് തന്നെ ഇവൻ്റെ ഈ ഒരു കുഞ്ഞനുജൻ്റെ മേർക്ക് ഒരു പിറ്റി, ദയ കാണിക്കുമെന്ന് വിചാരിച്ചു. സോ വിത്ത് ഫുൾ ഓഫ് ഹോപ്പ് ഹി വെന്റ് ദർ. അതുകൊണ്ട് ഒരുപാട് പ്രതീക്ഷയോടെ അവൻ അങ്ങോട്ട് പോയി. Ninth question, Mikali did not stop when the old woman rose to ask him what he wanted because. മിക്കാലി ആ ടെൻറ്റിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന ഓൾഡ് വുമൻസ്, പ്രായമായ സ്ത്രീകളെല്ലാവരും ചോദിക്കുന്നുണ്ട് എന്താ വേണ്ടത്. പക്ഷെ അവൻ അവിടെ നിന്നില്ല. കാരണം എന്താണ്? 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഹി വാസ് വെരി ടയർഡ്, അവന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. രണ്ടാമത്തത്, ഹി ഹിയർഡ് ദ വെയിലിംഗ് ഓഫ് ദ ഇൻഫൻറ്റ്, അകത്ത് നിന്ന് ഒരു കുട്ടിയുടെ നിലവിളി കേൾക്കുന്നുണ്ടായിരുന്നു. ഹി വോണ്ടഡ് ടു സീ ദ നഴ്സിംഗ് മദർ, അവൻ ആ പാലൂട്ടുന്ന അമ്മയെ ഒന്ന് കാണണം. ഫോർത്ത് വൺ, ഹി ഡിഡ് നോട്ട് ലൈക്ക് ദ വുമൺ, ആ ചോദിച്ച വുമൻസിനെ, സ്ത്രീകളൊന്നും അവന് ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ആൻസർ തേർഡാണ്, ആ അമ്മയെ എങ്ങനെയും ഒന്ന് കാണണമെന്നായിരുന്നു അവൻ്റെ മൈൻഡിൽ. അതുകൊണ്ടായിരുന്നു അവിടെ ആൾക്കാരൊക്കെ ചോദിക്കുമ്പോൾ അതിന് ചെവി കൊടുക്കാതെ ആ ടെൻറ്റിലേക്ക് തന്നെ നടന്ന് നീങ്ങിയത്. 10th വൺ, വൈ വാസ് മിക്കാലി ഹാപ്പി. മിക്കാലി അവിടെ സന്തോഷവാനാകുന്നുണ്ട് ഒരു ഘട്ടത്തിൽ. എന്തുകൊണ്ടാണ്? അറ്റ് മിക്കാലീസ് അപ്പീൽ എ ലവ്ലി ഡാർക്ക് വുമൺ അപ്പിയർഡ്. അപ്പോൾ അവൻ്റെ ആ ഒരു അപ്പീൽ വെച്ചപ്പോൾ എന്ന് പറയുമ്പോൾ അവൻ അത്രയും വിഷമങ്ങൾ പറഞ്ഞപ്പോൾ, അമ്മ മരണപ്പെട്ടു, പിന്നെ ആ കുഞ്ഞനുജൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ ഒരു ഡാർക്ക് വുമൺ അവിടെ വന്നു. ഷീ ഹെൽഡ് ഇൻ ഹെർ ആംസ് ആൻഡ് ഇൻഫൻറ്റ് ബ്ലിസ്ഫുള്ളി സക്കിംഗ് ദ മാറ്റേർഡ് ബ്രസ്റ്റ്. അപ്പോൾ ആ ഒരു മാറ്റേർണൽ ബ്രസ്റ്റ് എന്ന് പറയുമ്പോൾ ആ ഒരു യുവതിയുടെ, ആ ഒരു സ്ത്രീയുടെ ആ മാതൃത്വം നിറഞ്ഞ ആ ഒരു പാല് കുടിച്ചുകൊണ്ട് തന്നെ തൻ്റെ കയ്യിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു, ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഇറ്റ്സ് ഐസ് വേർ ഹാഫ് ക്ലോസ്ഡ്, ഇങ്ങനെ കണ്ണു പകുതി അടഞ്ഞ അവസ്ഥയിലാണ് കയ്യിലിരിക്കുന്നത്. ഷീ ആസ്ക്ഡ് ഇഫ് ഷീ കുഡ് സീ ദ കിഡ് ആൻഡ് എൻക്വയർഡ് വെദർ ഇറ്റ് വാസ് എ ബോയ് ഓർ എ ഗേൾ. ആ കുട്ടിയെ ഒന്ന് കാണട്ടെ എന്ന് അവൾ പറയുന്നുണ്ട്. അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് എൻക്വയർഡ്, ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. ഓൺ ഹിയറിംഗ് ദിസ് മിക്കാലി വാസ് ഹാപ്പി. അപ്പോൾ ഇതൊക്കെ ചോദിച്ചറിയണത് കണ്ടപ്പോൾ മിക്കാലി വിചാരിച്ചു തൻ്റെ കുഞ്ഞനുജനെ പാല് കൊടുക്കുമെന്ന്. അപ്പോൾ മിക്കാലി എന്ത് ചെയ്തു? ഹാപ്പിയായി. 11th ക്വസ്റ്റ്യൻ, വൈ ഡിഡ് ദ വുമൺ ഗിവ് വെന്റ് ടു ക്രൈസ് ഓഫ് ഹൊറർ. വെന്റ് എന്ന് പറഞ്ഞാൽ പ്രകടിപ്പിക്കുക. എന്തുകൊണ്ടാണ് ഒരു പേടി നിറഞ്ഞ കരച്ചിൽ ആ പെൺകുട്ടി അല്ലെങ്കിൽ ആ സ്ത്രീ കാണിച്ചത്? ദ ചൈൽഡ് ഹാഡ് നോ ലോങ്ങർ എനിത്തിങ് ഹ്യൂമാൻ അബൌട്ട് ഇറ്റ്. ഒരു മനുഷ്യനെന്ന് തോന്നുന്ന രീതിയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല.
ദ ഹെഡ് ഹാഡ് ബിക്കം എനോർമസ്. ആ ഒരു തല ഭയങ്കര വലുതായിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. ആൻഡ് ദ ബോഡി വാസ് ഓൾ ഷ്രിൽഡ് അപ്ഡ്. ആകെ ശരീരം മൊത്തം ചുളുങ്ങിയിരിക്കുകയാണ്. ആസ് അണ്ടിൽ ദെൻ ഇറ്റ് ഹാഡ് സക്ട് ഓൺലി ഇറ്റ് സം. ആ ഒരു ജനിച്ച അന്ന് തൊട്ടിട്ട് തമ്പ്, ആ ഒരു തള്ളവിരൽ മാത്രം കുടിച്ച് ജീവിക്കുന്നതാണ്. ഇറ്റ് വാസ് ഓൾ സ്വോളൻ. അതുകൊണ്ട് തന്നെ അതിങ്ങനെ വീർത്തിരിക്കുകയാണ്. സോ ദ വുമൺ ഗിവ് വെൻ ടു ക്രൈസ് ഓഫ് ഹോർ. അതുകൊണ്ടാണ് ആ സ്ത്രീ എന്ത് ചെയ്തത്, ഒരു പേടിയോട് നിറഞ്ഞ കരച്ചിൽ പ്രകടിപ്പിച്ചത്. വെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രകടിപ്പിക്കുക. 12th one, why did he feel immensely alone and lost? immensely എന്ന് പറഞ്ഞാൽ വളരെയധികം ഒറ്റപ്പെടലും ആകെ എന്തൊക്കെ നഷ്ടമായൊരു ഫീൽ അവന് തോന്നിയത് എന്തുകൊണ്ടാണ്? ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ഫോർ മിക്കാലി ടു ഗെറ്റ് ഫുഡ് ആൻഡ് ഷെൽട്ടർ. ഭയങ്കര ടഫാണ്, ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു പ്രയാസമേറിയതാണ് മിക്കാലിക്ക് ഭക്ഷണവും അതുപോലെ തന്നെ ഒരു തണലും കിട്ടാനായിട്ട്. ഹി വാസ് ഹെൽപ്ലെസ് ആൻഡ് ഹിസ് ലൈഫ് വാസ് ഫുൾ ഓഫ് മിസറി. അവനെ ഒരാളും അവന് സഹായം ചെയ്യുന്നുമില്ല. അതുമാത്രമല്ല, അവൻ മിസറി, ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മോർ ഓവർ ഹി ഹാവ് എ ബേർഡൻ ഓഫ് ഇൻഫൻറ്റ് ഓൺ ഹിസ് ബാക്ക്. അതിനേക്കാളൊക്കെ കൂടുതൽ അവൻ്റെ ആ ഒരു ബാക്കിൽ കുഞ്ഞിൻ്റെ ആ ഒരു ഭാരം കൂടി ഉണ്ടായിരുന്നു. സോ ഹി കാൺ വർക്ക് എനിമോർ. അതുകൊണ്ട് തന്നെ അവന് ജോലി ചെയ്യാൻ പറ്റില്ല. ദർ വാസ് നത്തിങ് ഹി കുഡ് ഡു ടു ഹെൽപ്പ് ദ ബേബി ഹി ക്യാരിഡ് അലോൺ. കൂടെ ഉണ്ടായിരുന്ന കുട്ടിക്ക് എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും അവന് ചെയ്തു കൊടുക്കാൻ അതുകൊണ്ട് പറ്റിയിരുന്നില്ല. കാരണം കുട്ടി പിന്നിലുണ്ട്, അവന് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഹി ഫെൽറ്റ് ഇമ്മൻസ്ലി അലോൺ ആൻഡ് ലോസ്റ്റ്. അതുകൊണ്ട് തന്നെ വളരെയധികം ഒറ്റപ്പെടലും നഷ്ടതയും അവന് തോന്നി. 13th question, why did he sob? എന്തുകൊണ്ടാണ് അവൻ തേങ്ങിയത്? He would have to go looking for some half-eaten roll left on a plate or else rake about in the garbage for what a dog would not have eaten. അവന് ഓരോ സ്ട്രീറ്റിൽ നടന്നിട്ട് ആൾക്കാർ കഴിച്ചതിൻ്റെ ബാക്കി എന്തെങ്കിലും റോള് പ്ലേറ്റിലുണ്ടോ എന്ന് നോക്കണം. അതുമാത്രമല്ല, ഗാർബേജിൽ, മാലിന്യത്തിൽ എന്തെങ്കിലും ബാക്കി കിടക്കുന്നുണ്ടോ, മിച്ചമായിട്ട് കിടക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഈ നായകളും പട്ടികളും ഒന്നും വന്ന് കടിക്കാത്തത്. സഡൻലി ലൈഫ് seemed to him so full of horror that he covered his face with his hand and began to cry badly. അപ്പോൾ പെട്ടെന്ന് അവൻ ഈ ജീവിതം അത്രയും ഹൊറർ എന്ന് പറയുമ്പോൾ പേടി, ഭയം നിറഞ്ഞ ഒരു ജീവിതമായിട്ട് മാറുകയാണ്. കാരണം ഒരു കാര്യങ്ങളും അവൻ്റെ ശരിയാവുന്നില്ല. അതുകൊണ്ട് തന്നെ കൈ ഇങ്ങനെ മുഖത്ത് വെച്ച് അവൻ കരയാൻ തുടങ്ങി. 14th question, in what way is the Chinaman different from the refugee? ആ ഒരു റെഫ്യൂജി, അഭയാർത്ഥികളും ചൈനാമാനും തമ്മിലുള്ള വ്യത്യാസം എന്തായിരുന്നു? ദ ചൈനാമാൻ വാസ് കൈൻഡ് ഹേർട്ടഡ് ആൻഡ് ഹെൽപ്ഫുൾ. നല്ലൊരു ഹൃദയമുള്ളവനായിരുന്നു, നല്ല ദയയോട് കൂടിയിട്ടുള്ള മനസ്സുള്ളവനായിരുന്നു, സഹായിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. ഹി ഹെൽപ്ഡ് മിക്കാലി ടു ഓവർകം ദ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. ഈ ഒരു കഷ്ടത നിറഞ്ഞ സിറ്റുവേഷൻസ്, സാഹചര്യം മുന്നേറാൻ വേണ്ടിയിട്ട്, ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തു ചെയ്തു? മിക്കാലിനെ ഹെൽപ്പ് ചെയ്തു. 15th one, describe how the Chinaman's wife behaved when she saw Mikali with her husband. ഹസ്ബൻഡിൻ്റെ ഒപ്പം മിക്കാലിനെ കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു ആ ഒരു ചൈനാമാനിൻ്റെ ഭാര്യ ബിഹേവ് ചെയ്തത്? സീയിങ് ദ മെൻ, ഹെർ ഫേസ് റെഡൻഡ് ആൻഡ് വിത്ത് എ ഹാപ്പി സ്മൈൽ ഷീ മെയ്ഡ് എ ബ്രീഫ് കർട്ടസി ടു ദം. എന്തു ചെയ്തു? ആ ഒരു മനുഷ്യന് ഹസ്ബൻഡിനെ കണ്ടപ്പോൾ മുഖമൊക്കെ ചുവന്ന് തുടിച്ച് സന്തോഷവതിയായി ചിരിച്ചു. അതിനുശേഷം എന്തു ചെയ്തു? കർട്ടസി എന്ന് പറഞ്ഞാൽ നമസ്കാരം ചെയ്തു, വണങ്ങി. 16th question, what did the Chinaman's wife do when she saw the famished infant? ആ ഒരു പട്ടിണി നിറഞ്ഞ ദരിദ്രമായ കുഞ്ഞിനെ കണ്ടപ്പോൾ എന്താണ് ആ ചൈനാമൻ്റെ ഭാര്യ ചെയ്തത്? ഷീ ഗേവ് എ ക്രൈ ഓഫ് ഇമ്മൻസ് പിറ്റി. ഇമ്മൻസ് എന്ന് പറഞ്ഞാൽ വളരെയധികം ദയോട് കൂടിയിട്ട് ആദ്യം കരഞ്ഞു. ആൻഡ് ദെൻ പ്രസ് ദ ബേബി ടു ഹർ ഹേർട്ട്. അവിടെ നെഞ്ചോട് ആ കുട്ടിയെ ചേർത്ത് വെച്ചു. ഗിവിങ് ഇറ്റ് ദ ബ്രസ്റ്റ്, പാല് കൊടുത്തു. ദെൻ വിത്ത് എ ഗെസ്റ്റർ ഓഫ് മോഡസ്റ്റി, ഒരു മാന്യതയോട് കൂടിയിട്ട് ഷീ ബ്രോട്ട് ഫോർവേഡ് എ ഫ്ലാപ്പ് ഓഫ് ഹർ റോബ് ഓവർ ദ മിൽക്ക് സ്വോളൻ ബ്രസ്റ്റ്. ആ ഒരു ബ്രസ്റ്റുമ കിടക്കുന്ന ആ ഒരു തുണി എന്ന് പറഞ്ഞാൽ ഡ്രസ്സ് ഒന്ന് പൊക്കി. ആൻഡ് ദ പുവർ ഗ്ലട്ടനസ് ഇൻഫൻറ്റ് സക്ലിംഗ് ദർ. അപ്പോൾ എന്തു ചെയ്തു? ആ ഒരു കുട്ടി ആ പാല് ഇങ്ങനെ കുടിച്ചു. ഗ്ലട്ടനസ് എന്ന് പറഞ്ഞാൽ അത്യാർത്തിയോട് കൂടിയിട്ട് ആ പാല കുട്ടി കുടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ ഒരു വൈഫിൻ്റെ റിയാക്ഷനും ആ കുട്ടി അവിടെ എന്താണ് ചെയ്തതെന്നും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷനും ക്വസ്റ്റ്യൻ ആൻസറും നമ്മൾ കംപ്ലീറ്റ് ചെയ്യാണ്. ഇനി ആക്ടിവിറ്റി നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ബാക്കി സബ്ജക്ട്സ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, ഏതെങ്കിലും പോർഷൻസ് ഒക്കെ ഒന്നുകൂടി റീടേക്ക് ചെയ്യണമെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് സെക്ഷനിൽ കൊടുക്കുക. ഇനിയിപ്പോൾ എക്സാംസ് ഒക്കെയാണ് വരുന്നത്, അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിൻ്റെ ആൻസേഴ്സും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് ഇടുന്നുണ്ട്. അതൊക്കെ കാണാനായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. താങ്ക് യു.